സദസ്സിലിരിക്കുന്ന ബഹുമാന്യരെ ഗുരുജനങ്ങളെ, സത്യത്തിൽ ഇന്ന് രാവിലെ ഇവിടെ വന്ന് ശാന്ത മുരളീധരൻ മേഡം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, മേഡം എന്നെ വെച്ച് ആദ്യമായി രണ്ടാമത് പ്രൊഡ്യൂസ് ചെയ്ത ചോക്ലേറ്റ് എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനിൽ വരുന്നതിന് തൊട്ട് മുമ്പാണ് എനിക്ക് ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. മേഡത്തിന്റെ രണ്ടാമത്തെ സിനിമയിലേക്ക് ഞാൻ ജോയിൻ ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണ് എൻ്റെ രണ്ടാമത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. എല്ലാവരും എന്നെ വെച്ചിട്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാമായിരുന്നു മേഡത്തിന്. പക്ഷെ ഞാൻ എൻ്റെ അമ്മയോടും എൻ്റെ ഭാര്യയോടും ഒക്കെ പറയാറുള്ളത് പോലെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് മലയാള സിനിമയിൽ ഒരുപാട് പ്രൊഡ്യൂസേഴ്സുകളൊന്നും അങ്ങനെ ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഒന്നും ഇല്ല. കാരണം എന്നെ വെച്ച് സിനിമ എടുക്കുന്നു, എൻ്റെ ആ സിനിമകൾ പരാജയപ്പെട്ടാൽ അവർക്ക് നഷ്ടം സംഭവിക്കുന്നു, വിജയിച്ചാൽ അവർക്ക് ലാഭം ഉണ്ടാകുന്നു. പക്ഷേ നഷ്ടമോ ലാഭമോ പരാജയമോ വിജയമോ നോക്കാതെ എന്നെ വെച്ച് മാത്രം സിനിമ എടുക്കുന്ന ഒരൊറ്റ നിർമ്മാതാവേ മലയാളത്തിലുള്ളൂ. അത് അനന്താവിഷൻ, ശാന്ത മുരളീധരൻ മേഡവും മുരളീധരൻ സാറും. അതുകൊണ്ട് മറ്റെന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എന്നെ വിളിച്ച് ഒരു സിനിമയിൽ അഭിനയിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് എൻ്റെ സമയം ഞാൻ മേഡത്തിന് വേണ്ടി കണ്ടെത്താൻ ബാധ്യസ്ഥനാണ്. ഈ പറഞ്ഞ പോലെ ഞാൻ മേഡത്തിനെ വെച്ച് സിനിമ എടുക്കാൻ ഓരോ ഡയറക്ടേഴ്സ് വരുമ്പോഴും ഞാനാണ് അവിടെ എക്സ്പീരിയൻസ് കൂടിയുള്ളത്. അപ്പൊ അവരൊക്കെ മേഡത്തിന്. അപ്പൊ ഞാൻ പറയും, ഒന്നുകൊണ്ട് പേടിക്കണ്ട, വഴക്ക് പറയും, പ്രശ്നമുണ്ടാകും, അടിയുണ്ടാക്കും. പക്ഷെ നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മയെ എങ്ങനെ കാണുന്നുവോ, അമ്മയുമായിട്ട് നമ്മൾ എങ്ങനെ ശഠിക്കുന്നുവോ, അതുപോലെ സമീപിച്ചാൽ യാതൊരു കുഴപ്പങ്ങളും ഉണ്ടാകില്ല. എല്ലാ ഡയറക്ടേഴ്സും ജിത്തു ഉൾപ്പെടെ ഒരു 2 മാസം കഴിഞ്ഞ് പറഞ്ഞത് വളരെ ശരിയാട്ടോ. നമ്മുടെ അമ്മയായിട്ട് വഴക്കുണ്ടാക്കുന്ന പോലെയും അമ്മയായിട്ട് സ്നേഹത്തിലാകുന്ന പോലെയാണ് മേഡവുമായിട്ട് നിങ്ങൾ പെരുമാറുന്നത്. അപ്പൊ ആ ഒരു മേഡത്തിന്റെ ആ ഒരു സ്നേഹം, ആ ഒരു സാമീപ്യം, ആ ഒരു സമീപനം മേഡത്തിന്റെ എല്ലാ സിനിമകളിലും ഉണ്ട്. അത് ഈ സിനിമയ്ക്ക് ഉണ്ടാകണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എനിക്ക് മെമ്മറീസ് എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് പറയാനുള്ളത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജിത്തുവിന്റെ ആദ്യത്തെ സിനിമയായ ഡിറ്റക്റ്റീവ് എന്ന സിനിമയ്ക്ക് ശേഷം ജിത്തു എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ കഥയാണ്. ജിത്തു അന്ന് ആദ്യം എന്നോട് വന്ന് പറയുന്ന സമയത്ത് അന്ന് തന്നെ എനിക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടു, നോക്കി സിനിമ ചെയ്യാമെന്ന് ഒരു വാക്ക് കൊടുക്കുകയും പിന്നീട് പല കാരണങ്ങളാൽ ആ സിനിമ സംഭവിക്കുന്നത് ഇന്നാണ്. എനിക്കുള്ളൊരു സന്തോഷം, ഇതുപോലെ വർഷങ്ങളായിട്ട് കഥ കേട്ട് കഥ ഇഷ്ടപ്പെട്ട് മറ്റു കാരണങ്ങളാൽ നടക്കാതെ പോയ 2 സിനിമകളേ ഉള്ളൂ എൻ്റെ കരിയറിൽ ഇതിനു മുമ്പ്. ഒന്ന് പുതിയ മുഖവും, 2 അയാളും ഞാനും തമ്മിൽ. അത് രണ്ടും നന്നായി ഓടിയ സിനിമകളായതുകൊണ്ട് അതേ വിധി ഈ സിനിമയ്ക്കും ഭവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ശാന്ത മുരളീധരൻ മേഡം പറഞ്ഞ പോലെ ജിത്തുവിനെ പോലെയാണ് എല്ലാവരും സിനിമയെ സമീപിച്ചിരുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നു സിനിമ വ്യവസായം തന്നെ കുറെ കൂടെ പ്രൊഫഷണൽ ആകും. കാരണം ഇത്രയും ഓർഗനൈസ്ഡ് ഒരു ഫിലിം മേക്കറിനെ ഞാൻ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. കാരണം എൻ്റെ സ്ക്രിപ്റ്റിങ്ങിന്റെ ഫോമാറ്റ് ആണെങ്കിലും ഒരു സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന രീതിയാണെങ്കിലും ഞാൻ ജിത്തുവിന്റെ മൈ ബോസ് എന്ന് പറയുന്ന സിനിമ ഒഴിച്ച് ബാക്കി 2 സിനിമകളും കണ്ടതാണ്. മൈ ബോസിന്റെ കഥ എന്താണെന്നും അതിന്റെ പിന്നെ കഥാരൂപം എന്താണെന്നും എല്ലാം എനിക്ക് അറിയാം. ഈ അറിവ് കൊണ്ട് ഞാൻ പറയുന്നത് എനിക്ക് ജിത്തുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റ് മെമ്മറീസ് എന്ന് പറയുന്ന ഈ സിനിമയാണ്. എനിക്ക് ഇത്രയും തന്നെ ജിത്തുവിന്റെ ഇഷ്ടപ്പെട്ട ഒരു സ്ക്രിപ്റ്റും കൂടെ ഉള്ളൂ. അതാണ് ഞാൻ ജിത്തു അടുത്ത് ചെയ്യാൻ പോകുന്ന സിനിമ, അല്ലേ? അപ്പൊ ഈ സ്ക്രിപ്റ്റിൽ എനിക്ക് ഒരുപാട് ഒരു വിശ്വാസമുണ്ട്. ഈ സ്ക്രിപ്റ്റിലും ഞാൻ അഭിനയിക്കുന്ന സത്യത്തിൽ ഒരു പോലീസ് ഓഫീസറായിട്ടാണ്. പക്ഷെ അത് ഇതിന്റെ പോസ്റ്ററുകളിൽ നിന്നോ അതിന്റെ സിനിമകളുടെ ഈ സിനിമയുടെ മറ്റ് പബ്ലിസിറ്റി മെറ്റീരിയലിൽ നിന്നോ ഒന്നും അത്തരമൊരു സ്വഭാവം ഈ സിനിമയ്ക്ക് കാണാൻ സാധിക്കാത്തത് അത്തരമൊരു സിനിമ അല്ലാത്തത് കൊണ്ടാണ്. കഥാപാത്രം പോലീസ് ഓഫീസർ ആണെങ്കിലും ഇതിന്റെ കഥ ഒരു വേറൊരു തലത്തിൽ നിൽക്കുന്ന ഒരു കഥയാണ്. ആസ് ആൻ ആക്ടർ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം നന്നായിട്ട് കോംപ്രഹെൻഡ് ചെയ്ത് അഭിനയിക്കേണ്ട ഒരു സിനിമയാണ്. ഇത് നല്ലൊരു ടീം ഈ സിനിമയുടെ പുറകിലുണ്ട്. ഇതിന്റെ ക്യാമറാമാൻ മുതൽ ആ ഡയറക്ടർ, കോസ്റ്റ്യൂം ഡിസൈനർ ജിത്തുവിന്റെ വൈഫാണ്. അപ്പോൾ ആദ്യം ഫോട്ടോഷൂട്ടിന് വേണ്ടി കോസ്റ്റ്യൂം എടുക്കാൻ വന്നപ്പോൾ എന്നെ കാണാൻ വന്നിട്ട് ജിത്തു പറഞ്ഞല്ലേ, ഇത് ആക്ച്വലി വന്നത് വേറൊന്നുമല്ല, വരുന്നതിന് മുമ്പ് ആരൊക്കെയോ പറഞ്ഞു ഭയങ്കര കുഴപ്പമാണ്, പൃഥ്വിരാജ് ചൂടാവും, പ്രശ്നമാണ്, അതുകൊണ്ട് ആദ്യമേ ഒന്നും പരിചയപ്പെടുത്തിയില്ല, ആദ്യമായിട്ടാണെന്നൊക്കെ ഉള്ളൊരു എക്സ്ക്യൂസ് പറഞ്ഞു. ഞാൻ ജിത്തു നേരത്തെ ഫോണിൽ വിളിച്ച് പറയട്ടെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്ന് വെറൈറ്റിയൊക്കെ നിർത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ സംഭവം കയ്യിൽ പോയി. പക്ഷെ ഫോട്ടോഷൂട്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു സിനിമയ്ക്ക് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യാൻ ആവശ്യമുള്ള എല്ലാ ടെക്നിക്കൽ ആൻഡ് തിയറിറ്റിക്കൽ അറിവും ലിൻഡയ്ക്കുണ്ട്. അതുകൊണ്ട് ഇനിയും അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പേടിയൊന്നും വേണ്ട. ഞാൻ ആ കാര്യത്തിലും വളരെ കോൺഫിഡൻ്റ് ആണ്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഒരു സിനിമ ഒരുപാട് പേരുടെ എഫേർട്സിന്റെ
ഒരു സമ്മാണ്. ഇതൊക്കെ തന്നെ ഇരുന്നാലും അതിനപ്പുറം നമുക്ക് ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അദൃശ്യ ശക്തിയാണുള്ള ഒരു സിനിമയെ അതിന്റെ കംപ്ലീഷനിൽ എത്തിക്കുന്നത്. ആ ശക്തിയുടെ അനുഗ്രഹം ഇന്ന് നമ്മൾ ചോദിച്ച് വാങ്ങിക്കുന്ന ചടങ്ങാണ് ഈ പൂജ എന്ന് പറയുന്നത്. അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടാകട്ടെ എന്നിങ്ങനെ അഭ്യർത്ഥിക്കുന്നു. ഒരുപാട് ഞാൻ ആദ്യമായി അഭിനയിക്കുന്ന ഒരുപാട് താരങ്ങൾ എൻ്റെ അഭിനേതാക്കൾ ഈ സിനിമയിൽ എന്നോടൊപ്പം ഉണ്ട്. മിയ, മേഘ്ന, രാഹുൽ മാധവ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. ഞാനിപ്പോൾ രാഹുലിനെ കണ്ടപ്പോൾ ഞാൻ പറയായിരുന്നു, എൽസമ്മയുടെ വീട് എന്ന് പറയുന്ന സിനിമ കണ്ടതിന് ശേഷം ഞാൻ അതിന്റെ സംവിധായകൻ ബാബു ജനാർദ്ദനെ വിളിച്ച് ആദ്യം ചോദിച്ചത് അയാൾ ആരാണ്, അയാളുടെ നമ്പർ എന്താണെന്നാണ്. പിന്നെ ജിത്തുവിനോട് ഞാനാണ് രാഹുൽ മാധവനെ കുറിച്ച് പറയുന്നത്. എന്നെ അടുത്ത കാലത്ത് വന്ന ഒരുപാട് പുതിയ ആക്ടേഴ്സിൽ ഞാൻ ഒരൊറ്റ സിനിമ കണ്ടിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് രാഹുൽ മാധവ്. അദ്ദേഹത്തിന് ഈ സിനിമയിൽ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ്, വളരെ ക്രൂഷ്യൽ വേഷം രാഹുൽ ഈ സിനിമയിലുണ്ട്. എല്ലാം കൊണ്ടും ഈ സിനിമ നന്നായി വരട്ടെ. എന്നെ വെച്ച് ഇനിയും ഒരു 5 സിനിമകൾ എടുക്കണം എന്ന് തോന്നിക്കാൻ ഇടയാകട്ടെ ശാന്താ മുരളീധരൻ മേഡത്തിന് ഈ സിനിമ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.